ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്? പോസിറ്റീവായിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ എനർജി. ഫസ്റ്റ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. ഫ്രൂട്ട് ഓഫ് ദ ലേബർ, അതായത് നമ്മൾ ചെയ്ത അധ്വാനത്തിനുള്ള കൂലി, അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് നമ്മളിലേക്ക് വരും എന്നുള്ള ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് പണം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. അതായത് കുറച്ച് പേര് ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു റിപ്ലൈക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള ഒരു എഫേർട്ടിന് അതിന് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്വത്ത് സമ്പാദ്യങ്ങളുള്ളവരായിരിക്കാം ഒരുപക്ഷെ. അതല്ല, നിങ്ങൾക്ക് കയ്യിലുള്ള പൈസ കൊച്ചു കൊച്ചു തുകകളായിരിക്കും, പക്ഷേ അത് ഇന്ന് നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പരിപാലിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. പണത്തിനെ അതിൻ്റെ മൂല്യം അനുസരിച്ച് മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരിപാലിക്കുന്ന എനർജിയും കൂടിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വളരെ ബുദ്ധിപരമായിട്ട് പണത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ഫീമെയിൽ എനർജി പോലെയുണ്ട്. അതുപോലെ പണം വരാൻ വെയിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് പണം വന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പണമാണ്, അതായത് നിങ്ങൾ തന്നെ ജോലി ചെയ്തതിൻ്റെ നിങ്ങളെടുത്ത എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ്, ടെമ്പറൻസ് എന്ന് പറയുന്നത് ഒരു ബാലൻസിലേക്ക് വരുന്നു, ഒരു കോംപ്രമൈസിലേക്ക് വരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഒരു ബാലൻസ് ഇല്ലായ്മയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു രണ്ടാളുകൾ തമ്മിലുള്ള മാനസികമായിട്ടുള്ള അടുപ്പമില്ലായ്മയായിരിക്കാം, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചതായിരിക്കാം, പൈസയുടെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിരിക്കും. ചിലപ്പോൾ വരവും ചിലവും ഒരുപോലെ ആകാതെ വരുമ്പോൾ ഒരു ബാലൻസ് ഇല്ലായ്മ വരുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ പൈസ വരാത്തതായിരിക്കണം ഒരുപക്ഷെ പ്രശ്നം. കാരണം ഈ ബാലൻസിലേക്കാണ് ഈ ലേഡി നോക്കുന്നത്. അപ്പോൾ ഈ ബാലൻസ് ഇല്ലായ്മ, പൈസ ഇല്ലാത്തത് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് ഇന്ന് പൈസ വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് വരാൻ പറ്റും, നിങ്ങൾക്കൊരു കോംപ്രമൈസ്, ഒരു തൽക്കാലത്തേക്കൊന്ന് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത്. ഇതൊരു സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് വേണം എന്നുള്ളതാണ്. അത് ഏത് കാര്യത്തിലായാലും ഒരു എഫേർട്ട് വേണം. അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ഇടുന്ന എഫേർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് മാത്രം പോരാ, എല്ലാം അങ്ങോട്ടും കൂടെ വേണം. അപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഒരു മിത ഭാഷണമായിരിക്കും നല്ലത്. ഒത്തിരി ഓവർ തിങ്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് പുതിയ വഴക്കുകൾക്ക് കോപ്പ് കൂട്ടരുത്. അപ്പോൾ അതൊക്കെയാണ് ടെമ്പറൻസ് പറയുന്നത്. ഒരു ബാലൻസിലേക്ക് വരും, കോംപ്രമൈസിലേക്ക് വരും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. തേർഡ് കാർഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങളൊരു സ്കില്ല് പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സ്കില്ല് പഠിക്കാൻ പോകുന്നു. അപ്പോൾ ആ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പുതിയ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടി വരും. ഇതൊരു എക്സ്ട്രാ എഫേർട്ടിൻ്റെ എനർജിയാണ്. കൂടുതലായിട്ട് ഇന്ന് ജോലി ചെയ്യേണ്ടി വരിക, എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരിക. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഓവർ ടൈം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഓഫീസിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നതായിരിക്കാം. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു എനർജിയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊരു സ്കിൽഡ് ലേബർ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ പണം നേടാൻ പറ്റും എന്നാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇവിടെ പണം സേവ് ചെയ്യാൻ പറ്റും, കൂടുതൽ പണം ഏൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. കൂടുതൽ എഫർട്ട് ഇടുക, കൂടുതൽ പണം നേടുക എന്നുള്ളതാണ്. ഇത് ചില ആളുകളോടുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ കൂടിയാണ്. അത് നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ആളുകൾക്കിടയിൽ ഒരു വിശ്വാസമില്ലായ്മയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹൃദയത്തോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും, പക്ഷേ അവരോടൊരു ട്രസ്റ്റ് ഇഷ്യൂ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു എഫേർട്ട് ഇടേണ്ടി വരുന്ന ആവാൻ സാധ്യതയുണ്ട്.
ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ആ ഒരു വഴക്ക് കോംപ്രമൈസ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്നൊരു റിപ്ലൈക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസിലേക്കൊക്കെ വരും. പക്ഷേ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. ആ ട്രസ്റ്റ് ഇഷ്യൂവിനെ ഒന്ന് നിങ്ങൾക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് നിങ്ങളെ പരിധിയിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ സത്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരുന്ന എനർജിയാണിത്. ദെൻ നെക്സ്റ്റ് 10 ഓഫ് വാൺസ്. അപ്പോൾ എന്തായാലും ഒന്ന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നതും എക്സ്ട്രാ എഫേർട്ട് ഇടുക എന്നാണ്. 10 ഓഫ് വാൺസ് പറയുന്നതും തലയിൽ എടുക്കാവുന്നതിലധികം ഭാരം എടുത്ത് തലയിൽ വെക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ ജോലികൾ ചെയ്യേണ്ടി വരിക, കൂടുതൽ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യേണ്ടി വരിക, തലയിൽ എടുക്കാവുന്നതിൽ കൂടുതൽ ബാധ്യത, ഭാരമൊക്കെ തലയിൽ ഇന്നേ ദിവസം വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ റീപേയ്മെൻറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന പണത്തേക്കാൾ കൂടുതൽ പണം ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായി വരുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ഒരു സ്റ്റക്ക് എനർജിയിൽ വരുമല്ലോ, ആ ഒരു എനർജി പോലെയാണ് 10 ഓഫ് വാൺസ്. അതായത് നമുക്ക് എടുക്കാവുന്നതിലധികം ബാധ്യത തലയിൽ വെക്കുമ്പോൾ നമുക്കിത് എങ്ങനെയും ഒന്ന് തറയിലിട്ടാൽ മതി എന്ന് തോന്നൂലേ, ആ എനർജിയാണ് 10 ഓഫ് വാൺസ്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡും കൂടിയാണ്, ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡും കൂടിയാണ് ഈ 10 ഓഫ് വാൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കഴിഞ്ഞു പോകുന്ന നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു പോകുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ്റെ അവസാന ഘട്ടം വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അണയാൻ പോകുന്ന ദീപം എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. ചിലപ്പോൾ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങളിലെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളതിനെ മൈൻഡ് ചെയ്യേണ്ട, അതിപ്പോൾ കഴിഞ്ഞു പൊക്കോളും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ചില കാര്യങ്ങൾ ഓർത്ത് വേദനിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയതാണ്, ഇനി അതിനെ ഓർത്ത് വെച്ചുകൊണ്ടിരുന്ന വെറുതെ വേദനിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. അന്ന് പറ്റുന്നത്രയും കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മളൊരു കാര്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ നമ്മളെ മറന്നുകൊണ്ട്, നമ്മുടെ ആരോഗ്യം മറന്നുകൊണ്ട്, നമ്മുടെ സെൽഫിനെ മറന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ പോകുന്നില്ല, ഓണേർഡ് ആവാൻ പോകുന്നില്ല. അപ്പോൾ അവരാരും നമ്മളെ ഓർക്കുമോ, നമ്മൾ ചെയ്ത എഫേർട്ടിന് അവരൊരു വാല്യൂ തരുമോ, ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നത് മാത്രം ചെയ്യുക. നമ്മളെ മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കടന്ന് ഓടേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അതാണിത്. 10 കാര്യങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ട് ഒന്നും മുഴുമിപ്പിക്കാൻ പറ്റാതെ അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു എനർജിയാണ് ഈ 10 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, പറ്റുന്ന മാത്രം ചെയ്യുക കേട്ടോ. 10 ഓഫ് വാൺസ് കാർമിക് സിറ്റുവേഷൻ്റെ എന്താണെന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരു നീതി നടപ്പിലാവലിൻ്റെയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു ജസ്റ്റിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് ഇഷ്യൂ ചിലപ്പോൾ ഇന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആവുന്നതായിരിക്കാം. നിങ്ങൾക്കിടയിലുള്ള ഒരു ട്രസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശ്വാസമില്ലായ്മ എന്നുള്ളൊരു കാര്യം ഈ 8 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ്. അതായത് നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക, ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ മാത്രം നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയാണ് ഈ 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യലി ബേർഡൻ ആയിട്ടുള്ള ആളുകൾ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവരെ സംബന്ധിച്ച് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ട് പൈസ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കിന്ന് നീതി ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കോടതിയിൽ കേസൊക്കെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു ജസ്റ്റിസ്, അതിൻ്റെ ഒരു വേർഡിക്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, ഒരു ജഡ്ജ്മെൻറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. കോടതി കേസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ജസ്റ്റിസ് കേട്ടോ. ദെൻ 6 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ശരിക്കും നമ്മൾ കിട്ടുക, അതുപോലെ തന്നെ കൊടുക്കുക, റിസീവിങ് ആൻഡ് ഗിവിങ് ആൻഡ് റിസീവിങ് ആണ്. നമ്മൾ കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതായത് നമ്മളിലേക്ക് വരുന്നുണ്ടായിരിക്കും, പക്ഷേ വരുന്നത് പോലെ തന്നെ പോവുകയും ചെയ്യും. പെൻറ്റക്കിൾ എനർജി ആയതുകൊണ്ട് മോസ്റ്റ്ലി അത് പ്രഷ്യസ് ആയിട്ടുള്ള പണമൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ അടുത്തേക്ക് പണം വരികയും അത് അതുപോലെ തന്നെ നമ്മൾ മറ്റാർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അബണ്ടൻസ് വരുന്നുണ്ട്, അത് അതിനനുസരിച്ച് നമ്മൾ പല രീതിയിൽ ഡിവൈഡ് ചെയ്തത് പോകുന്നതുമാണ് ഈ 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ ജനറസ് ആയിരിക്കുക, നമ്മൾ വളരെ ദയാലുവായിരിക്കുക, മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക, മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ളവരായിരിക്കുക, അവരെ കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പണമായാലും എന്തായാലും
നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തോ കാര്യം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോഴും അത് അവർക്ക് അർഹതപ്പെട്ടതാണോ എന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഡിസർവിങ് ആയിട്ടുള്ള ആളുകളിലേക്ക് തന്നെയാണോ നമ്മൾ എല്ലാം കൊടുക്കുന്നത് എന്നൊരു ധാരണ നമുക്ക് വേണം. അതുപോലെ ഇത് മറ്റുള്ളവർക്കും കൂടെ അർഹതപ്പെട്ടവർക്കും കൂടെ നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും കൂടെ 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നുണ്ട്. ഇത് ധാരാളം പണം വരും എന്നും, പണം വരുന്നത് നമ്മൾ അതുപോലെ തന്നെ ചിലപ്പോൾ ഷെയർ ചെയ്യാനോ ഗിവിങ് നേച്ചർ ആണെങ്കിൽ കൊടുക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ മനസ്സുള്ളൊരു ദിവസമൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പണം വരുമെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ടെൻ ഓഫ് സോഡ് എന്ന് പറയുന്നത് വീണ്ടും ഒരു കാർമിക് സിറ്റുവേഷൻ്റെ പെയിൻഫുൾ എൻഡിങ് ആണ് കേട്ടോ. ഇത് നമുക്ക് തലയിലെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ താഴെ ഇട്ടിട്ട് പോകുന്ന ഒരു എനർജി ആണെങ്കിൽ, ഇത് നമ്മളെ ബാക്ക് സ്റ്റാബിങ് ചെയ്യുന്നതാണ്. മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരിക, നമ്മളെ പിന്നീന്ന് കുത്തുക, അതൊക്കെയാണ് ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഇതൊരു പെയിൻഫുൾ എൻഡിങ് ആണ്. ശരിക്കും മറ്റുള്ളവരുടെ ചതി കൊണ്ടോ മറ്റുള്ളവരെ വിശ്വസിച്ചത് കൊണ്ട് നമ്മൾ ചതിക്കപ്പെടുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത്. ചിലപ്പോൾ ഇത് ഇന്ന് സംഭവിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ മുന്നേ സംഭവിക്കുന്നതായിരിക്കാം. നൈറ്റ് ഓഫ് സോഡ്സും സ്റ്റാറുമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. വേഗത്തിലുള്ള ഒരു കാര്യത്തിനും പെട്ടെന്നെടുക്കുന്ന ക്വിക്കായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് തീർച്ചയായിട്ടും സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് അതിൻ്റെ വരുംവരായികളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് പതുക്കെ ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് നമ്മൾ ക്വിക്കായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം ഒറ്റ ബുദ്ധിയിൽ എടുക്കുക എന്നൊക്കെ പറയത്തില്ല. അതായത് പെട്ടെന്ന് തോന്നുവാണ് ഇങ്ങനെ ചെയ്താലോ, അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പം നമ്മൾ ഏൽക്കേണ്ടി വരുന്ന പ്രഹരം വളരെ വലുതായിരിക്കും. അതാണൊരു 10 ഓഫ് സോഡ് കേട്ടോ. അപ്പോൾ ആയുധം കൊണ്ട് മുറിവേൽക്കുക, വീഴുക, പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. മൊത്തത്തിലൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡ് എന്ന് പറയുമ്പോൾ എന്തിനെക്കുറിച്ചാണ്, ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുക എന്നൊരു എനർജിയാണ്. അങ്ങനെ സംഭവിക്കുമെന്നല്ല, ഓൾറെഡി സംഭവിച്ചവരായിരിക്കാം ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ആലോചിച്ചൊന്നും നിങ്ങൾ ഇരിക്കേണ്ട. നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ജോലി ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ ജോലി ചിലപ്പോൾ നഷ്ടപ്പെടുന്ന എനർജി ആയിരിക്കും. ഫിനാൻസ് ആണെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ചതിച്ചിട്ട് പണം കൊണ്ട് പോകുന്ന ഒരു എനർജി ആയിരിക്കും. ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് വൈസ് നമ്മൾ വളരെ വീക്കായി പോയിട്ട് വീഴുന്ന ഒരു എനർജി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ഫോം ചിലപ്പോൾ നിങ്ങൾ ഓവർകം ചെയ്ത് കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ മുന്നോട്ട് നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നതാണ്. അതല്ല നിങ്ങളിപ്പോഴും അതിനെ മാനിഫെസ്റ്റ് ചെയ്താണ്ടിരിക്കുന്നെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് തോട്ടിൽ ഇരിക്കാൻ പാടില്ല, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുക എന്നാണ് 10 ഓഫ് സോഡ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർഡ് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ഇത് ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ ചോദ്യം ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിട്ട് നീ അതെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് പോലും നമുക്ക് ഒരു ഹ്യൂമിലിയേഷനാണ്, നമുക്ക് നാണക്കേടുണ്ടാക്കും. അവർ തന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നാണക്കേടുണ്ടാകുന്ന ഒരു എനർജിയും ആകാം ഈ 10 ഓഫ് സോഡ് കേട്ടോ. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ചോദ്യം ചെയ്യുക, കളിയാക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴും എന്ത് പറ്റും, ഹ്യൂമിലിയേഷൻ സംഭവിക്കും, നാണക്കേടുണ്ടാകാം, നമുക്ക് മാനഹാനി സംഭവിച്ച് നമ്മൾ ഒന്നും അല്ലാതായി പോകാമെന്ന് പറയത്തില്ലേ, ആ ഒരു എനർജിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പോയി നിൽക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്തെപ്പോഴും നിൽക്കുക എന്നുള്ളതാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ ലവ് ആണ്, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഏസ് എപ്പോഴും പുതിയ തുടക്കം എന്നാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് വെച്ചാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം എന്നാണ്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്കൊരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം, പുതിയൊരു പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വഴക്കുണ്ടായി നിൽക്കുന്ന രണ്ടാളുകൾക്കിടയിൽ വീണ്ടും ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടാവുക, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫറോ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പോ ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ഇതൊരു പുതിയ തുടക്കമാണ്, ഇമോഷണൽ ആയിട്ടുള്ളൊരു പുതിയ തുടക്കമാണ്. ചിലപ്പോൾ അതൊരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും, ഒരു ജോബ് ഓഫറായിട്ടോ പണമായിട്ടോ ഒക്കെ ചിലപ്പം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാവാം. അതല്ലെങ്കിൽ ഒരു ഗിഫ്റ്റോ സർപ്രൈസോ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. അതൊരു റീയൂണിയൻ്റെയും കൂടെ കാർഡാണ് കേട്ടോ. ഇതുണ്ട്, വിദേശത്തുനിന്ന് ചിലപ്പോൾ ഒരു ഓഫറൊക്കെ
കിട്ടാൻ സാധ്യതയുണ്ട്. വിദേശത്തേക്ക് നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിദേശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ജോബാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു കോൾ ലെറ്റർ കിട്ടാനോ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടാനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള നിങ്ങളുടെ മെഡിക്കൽ പാസ്സാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക, ടിക്കറ്റ് വരിക, അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഇനിമേൽ നിങ്ങളതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങളുടെ തന്നെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ മികച്ചത് നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ട്, എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമ്മൾ എനിക്കിത് വേണ്ട എന്ന് വിചാരിച്ചാൽ തീർന്നു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ. അത് നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളതിലിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളെ അതിനെ വേദനിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ വേദനിക്കാതിരിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിട്ട് കളയുകയും കൂടെ ചെയ്യണം. അപ്പോൾ പഴയ കുറേ കാര്യങ്ങളിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടാണ് നിങ്ങൾ ഇനിയും അതിൽ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട, അതിനെ വിട്ട് കളഞ്ഞേക്കുക. അത് വരുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പൊക്കോട്ടെ, എനിക്കത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനം എടുത്ത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടും പുതിയ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ യൂണിവേഴ്സിനെ നിങ്ങൾക്ക് ചുറ്റും വെച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ണു തുറന്ന് നോക്കുക, എടുക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിമേൽ നിങ്ങൾ പാസ്റ്റിനെ ദുഃഖിച്ചിരിക്കേണ്ടതില്ല എന്നാണ് ഈ ഗൈഡൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശത്തേക്കൊക്കെ പോകാനുള്ളവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിദേശത്തെ ജോലി സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവാം, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം. ഇനി അതല്ല, നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മെഡിക്കൽ പാസ്സാവുന്നതായിരിക്കാം, ടിക്കറ്റ് വരുന്നതായിരിക്കാം, അങ്ങനെയുള്ളൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ. ഇത് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളുടെ എനർജി ചെയ്യുന്നുണ്ടേ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാരോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ, ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി എന്ന് പറയുന്നത്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.